ഹരേ കൃഷ്ണ. എല്ലാവർക്കും ലിബിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് നിയമത്തെ ദുരുപയോഗം ചെയ്ത് ചില പുരുഷന്മാരുടെ ജീവിതവും മാനവും കളയുന്ന ചില സ്ത്രീകളെ പറ്റിയാണ്. 2021 ജൂൺ 22 മറ്റോ പോലീസുകാർ മഫ്തിയിൽ രാത്രി 12 മണിക്ക് മലപ്പുറത്തുള്ള ശ്രീനാഥിന്റെ വീട്ടിലേക്ക് വരുന്നു. ശ്രീനാഥ് ഇല്ലേന്ന് ചോദിക്കുന്നു. അപ്പോൾ ശ്രീനാഥിന്റെ അച്ഛൻ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു, എന്താ സാറേ കാര്യം ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, അവനെ വിളിക്കൂ, ഞങ്ങൾ കാര്യം പറയാമെന്ന് പറയുന്നു. ശ്രീനാഥിന്റെ അച്ഛൻ വിളിക്കുന്നു. ശ്രീനാഥ് രാത്രി 12 മണിയാണ്, കണ്ണും തിരുമ്പി വരുന്നു, ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണും തിരുമ്പി വരുന്നു. തിരുമ്പി വന്നിട്ട് എന്താ സാറേ ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ഇറങ്ങി പോയ ഒരു കാര്യം പറയാണ്ടെന്ന് പറയണം. നീ ഇന്ന പെൺകുട്ടീനെ അറിയോ ചോദിക്കുന്നു. അറിയുമെന്ന് പറയുന്നു. ഇവൻ്റെ കൂടെ പണ്ടെപ്പോഴോ പഠിച്ചിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ബാക്കിയുള്ള ഞങ്ങൾ പറയാം, സ്റ്റേഷനിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ശ്രീനാഥിനെ വലിച്ച് ജീപ്പിലേക്ക് കയറ്റുന്നു. ജീപ്പിൽ കയറിയതിന് ശേഷം കോൺസ്റ്റബിളാന്ന് പറയുന്നു. അപ്പം അവർക്ക് തിരിഞ്ഞില്ല, നിർത്താതെ തെറി പറയുന്നു ആ കുട്ടീനെ. അപ്പൊ വീട്ടുകാർക്ക് അറിയില്ലല്ലോ ഇത് ആരാണ് കൊണ്ടുപോയി എങ്ങനെയാണ്, കാരണം മഫ്തിയിലാണ് വന്നിട്ടുള്ളത്, പോലീസ് സ്റ്റേഷനിലല്ല. അപ്പൊ അതൊരു അന്വേഷിക്കണോ. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നെ എത്തണോ, പുലർച്ചെ ആവുമ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണം. എവിടേക്ക് കൊണ്ടുപോയി, എന്താണ് കൊണ്ടുപോയെന്നൊക്കെ അറിയണം. അപ്പൊ ആരൊക്കെ വിളിച്ചിട്ട് പോലീസൊക്കെ കൊണ്ടുപോയെന്ന് ഇവർ ഉറപ്പിക്കുന്നു. ഇതിനെ പറ്റിയിട്ട് ശ്രീനാഥിന്റെ അച്ഛൻ എന്താ പറയാനുള്ളത് നമുക്ക് കേട്ടു നോക്കാം. അവര് ഇങ്ങനെ പെട്ടെന്ന് വന്നുകൊണ്ട് രാത്രിയിൽ 12:30 ആണ് വന്നത്. ശ്രീനാഥ് എവിടെയെന്ന് ചോദിച്ചു കണ്ട്. അപ്പോൾ ഞാൻ അകത്തുനിന്ന് വന്നപ്പോൾ ഇവിടെ പുറത്തുനിന്ന് കയറി വന്നിട്ട് എല്ലാവരും ലൈറ്റിട്ട് നിൽക്കണം. ഒരു വനിതാ പോലീസുണ്ട്, 3 മറ്റേ പോലീസുണ്ട്. ഇവർ ശ്രീനാഥ് അവിടെ അവനെ കിട്ടണമെന്ന് അറിഞ്ഞു. അപ്പോൾ ഇവൻ പത്രം ഇടാൻ പോകുന്ന കുട്ടിയാണ്. പത്രത്തിൻ്റെ ആരെങ്കിലും വന്നതാവും വിചാരിച്ചിട്ട് പെട്ടെന്ന് നീച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് ഇവർ ഇവിടെ അകത്ത് കിടക്കണം, പുറത്തെ റൂമിൽ. അവിടുന്ന് ഇവർ രണ്ടാളും നീച്ച് പുറത്ത് വന്ന് ശ്രീനാഥ് ആരാന്ന് വെച്ച് ഞാനാണ് അറിഞ്ഞത്. മകൻ കണ്ണും തിരുമ്പിങ്ങാണ്ട് ഇങ്ങനെ അവരെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു വിഷമം പോലെ, എന്തപ്പത് ഇങ്ങനെ ഇവർ പിടിച്ച് ഇതാകണ, ആരാണ് എന്താണെന്ന് പിടുത്തില്ല. പോലീസാണ് എന്നുള്ളത് ഇവർ പറയണില്ല. ഇതിങ്ങനെ ഈ എന്തൊരു കുട്ടിയുടെ പേര് പറഞ്ഞ് അത്. അപ്പോൾ ആ കുട്ടീനെ ഇവിടെ 3 പ്രാവശ്യം കൊണ്ടുവന്നില്ല. പിന്നെ ഇതിങ്ങനെ ബന്ധപ്പെട്ടിട്ട് കണക്ക് ആ കുട്ടിക്ക് 3 മാസം വയറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, കൊണ്ടുപോകാനുണ്ട്, ഞങ്ങൾ ഇവനെ കൊണ്ടുപോവുകയാണെന്ന് അറിഞ്ഞ്. പിന്നെ ഒരു വൃത്തികെട്ട വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ട് ഇതായത്. അച്ഛനാണ് അമ്മയാണ് ഏട്ടന്മാരാണ് നിൽക്കണമെന്നൊന്നും അറിയാതെ നോക്കാതെ ഇങ്ങനെ ഒരു സംസ്കാരമില്ലാത്തൊരു വാക്കുകളൊക്കെ പറഞ്ഞ് കുറച്ച് ഒരു ഇതിലാണ് അവർ ഇതായത്. അപ്പോൾ നിങ്ങൾ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ വക്കീലിൻ്റെ ഇതൊക്കെ ഇത് വാങ്ങിയിട്ടാണ് വരിക എന്നും പറഞ്ഞ് അവർ ഇവിടുന്ന് പോയിടുമ്പോൾ തന്നെ ഞങ്ങൾ പിന്നെ വേറെ മകനെ കൊണ്ട് ഞാൻ വിളിപ്പിച്ച് ഈ 100 നമ്പറിലേക്ക് വിളിച്ചിട്ട് ചോദിച്ച്, ഇങ്ങനെ ഈ ഇവിടെ പോലീസുകാരാണെന്ന് പറഞ്ഞ് വന്ന് ഡ്രസ്സില്ലാതെയാണ് മറ്റേ സാധാ ഇതിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണില്ല, അവിടുത്തെ നമ്പറൊന്ന് തരണമെന്ന് അറിഞ്ഞ്. അപ്പോൾ അങ്ങനെ ആ നമ്പർ തന്ന ആ നമ്പർ പ്രകാരത്തിൽ ഞങ്ങൾ ഇവിടുന്ന് ഭാര്യ വീട്ടിലേക്ക് വിളിച്ച് അവരാങ്ങളി ഇവരൊക്കെ വണ്ടി വെച്ച് വന്നുകൊണ്ട് ഞങ്ങൾ പോയ സമയത്ത് പുലർച്ചെ 5:30 ആയിരിക്കണം. എത്ര നേരത്തെ നിങ്ങൾ പോകുന്ന വെച്ച്, നേരത്തെ പോരാൻ ഞങ്ങളെ മകനെ എവിടേക്കോ കൊടുന്നു എന്നുള്ളത് അറിയില്ല, നിങ്ങൾ സാധാ ഡ്രസ്സിൽ ആണ് വന്നത്, യൂണിഫോമിലല്ല വന്നത് എന്നും പറഞ്ഞ്. അപ്പോൾ എന്നാൽ അങ്ങനെ കുറച്ച് ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ ആ സമയത്തും ചോദിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെയൊക്കെ ഒന്നും ഒരു തെറ്റും വന്നിട്ടില്ല, എന്നെ വെറുതെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ എന്താ വെച്ചാൽ വക്കീലിനെ കണ്ടിട്ട് പെട്ടെന്ന് ഇതാക്കിക്കളി, നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ടെന്ന് എൻ്റെ കുട്ടീനോട് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കുട്ടീനെ ഇപ്പോൾ 40 ദിവസത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ ഇപ്പോൾ അവരിവിടെ പോലീസ് വന്ന് പിന്നെ കസാല കൊണ്ടുപോയി, കത്തി കൊണ്ടുപോയി, പിന്നെ തോർത്തുമുണ്ട് കൊണ്ടുപോയി. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താ ചോദിച്ചപ്പോൾ അതൊക്കെ കേസ് പെട്ടതാണ്, അത് അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്യൽ. പിന്നെ അത് നിങ്ങൾ വക്കീലിനോട് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയുന്നതാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് അവർ ഇട്ടുകൊണ്ട് കുറേയൊക്കെ ബുദ്ധിമുട്ട് ആക്കിയതാണ് സംഭവം. വക്കീലിനോട് വിളിച്ച് ചോദിച്ചപ്പോഴാണ് വക്കീൽ പറഞ്ഞത്, ഇനിയും അവർ പല സാധനങ്ങളും ഇങ്ങനെ കൊണ്ടുപോകുന്നുള്ള ഇതാണ് ഇപ്പോൾ ഇവർ പറയണത്. അപ്പോൾ നിങ്ങൾ ബേജാറാണ്ട, അവരെന്ത് കൊണ്ടുപോയാലും സത്യമോളം ഞാൻ കണ്ടെത്തിക്കോളാന്ന് പറഞ്ഞത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇവരെ പഞ്ചായത്തിന്റെ തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തിലുള്ള ഇവന്റെ കൂടെ മുന്നേ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയാവുന്നു. വീട്ടുകാർ ചോദിക്കുന്നു, ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് നിർബന്ധിച്ച് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നത് ശ്രീനാഥിന്റെ പേരാണ്. ആ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ വാക്ക് കേട്ടിട്ട് ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുക പോലും ചെയ്യാതെ പോലീസ് പോസ്കോ കേസിൽ ഈ ശ്രീനാഥിനെ വന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലാക്കുന്നു. കേസ് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് വേറെ 3 കേസും കൂടിയിട്ട് ഈ പയ്യന്റെ തലയിൽ കെട്ടിവെക്കുന്നു.
ഇതിലിടയ്ക്ക് ഈ പയ്യനെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവരുന്നു. അവിടെ വെച്ചിട്ട് ആ പയ്യന്റെ SI മുഖത്തടിക്കുന്നു. അങ്ങനെ പല അസഭ്യങ്ങൾ പറയുന്നു. പെൺകുട്ടി പറയുന്നു ശ്രീനാഥിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് എന്നെ പീഡിപ്പിച്ചതെന്ന് പറയുന്നു. പോലീസ് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഈ പെൺകുട്ടിയെയും കൊണ്ടിട്ട് ശ്രീനാഥിന്റെ വീട്ടിലേക്ക് വരുന്നു. എവിടെ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നതെന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ വന്നിട്ടുണ്ടായ അനുഭവം ശ്രീനാഥിന്റെ അമ്മ പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. പോലീസ് വന്നന്ന് രാത്രി വ്യാഴാഴ്ച രാത്രി 12:30 മണിക്കാണ് പോലീസ് ഇവിടെ വന്ന് കയറുന്നത്. സംഭവം എന്താണെന്ന് ഞങ്ങൾ അറിയണില്ല. അപ്പം ഈ ഒരു പെൺകുട്ടിയുടെ പ്രശ്നം പറഞ്ഞു. ഈ പെൺകുട്ടിയുടെ പ്രശ്നം പറഞ്ഞപ്പോൾ മകൻ പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഒരു പ്രശ്നത്തിലില്ല. പെൺകുട്ടിനായിട്ടുള്ള പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഞാനില്ല. ഞാൻ ഈ സത്യം ഏത് കോടതിയിലും പറയാം. ഞങ്ങൾ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ സത്യം പറയാം. അപ്പോൾ പറഞ്ഞ് ദൈവത്തിൻ്റെ മുന്നിൽ എന്താണ് ഇതൊക്കെ ഈ സത്യം പറയുന്നു. പിറ്റേന്ന് രാവിലെ SI ഇവിടെ വന്ന് പിന്നെ കുട്ടീനൊക്കെ ടെസ്റ്റ് ഇവിടെ പരിശോധന നടത്തി. ആ മുറിയാണ് സംഭവ മുറി എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം സംഭവിച്ച ഒരു കുട്ടിയാണെങ്കിൽ നേരിട്ട് ഈ മുറിയിലേക്ക് കയറി പോകണം. ഈ കുട്ടി ഞങ്ങളെ അകത്തേക്ക് വന്ന് അടുക്കളയിലേക്ക് വന്ന് പാളി നോക്കി എന്നിൻ്റെ ദിവസം ഈ പൂജാമുറിയിലേക്ക് കടക്കാൻ വന്നു. ഞാൻ പറഞ്ഞു വനിതാ പോലീസിനോട് പറഞ്ഞു അത് ഞങ്ങൾ പൂജാമുറിയാണ്, അതിലേക്ക് ഒരാളും കടക്കാനാക്കില്ല. അത് കഴിഞ്ഞ് 3ാമത്തെ പ്രാവശ്യമാണ് ആ കുട്ടി അങ്ങോട്ട്. അപ്പോൾ പിന്നെ പോലീസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ നേരിട്ടുള്ള റൂമിലേക്കാണ് കടക്കേണ്ടത്. എന്തുകൊണ്ട് മറ്റ് വനിതാ പോലീസിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് ഈ കുട്ടിയെല്ലാം ഈ കുട്ടി സ്വന്തം ഒന്നും കുട്ടിയുടെ അടുത്തുനിന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ കുട്ടി അങ്ങനെ ഇവർ SI വന്ന് SIനോട് ഞാൻ ചോദിച്ചു എന്താണ് സാറേ ഈ കേൾക്കണത്, ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പം SI പറയണേ അവൻ സത്യം മൂടി വെച്ചതാണേന്ന്. ഇവൻ തന്നെയാണ് ആള്, അവൻ സത്യം മൂടി വെച്ചതാണെന്ന് കൽപ്പകഞ്ചേരി SI. അപ്പം ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല SI ഇത്രയും പറഞ്ഞപ്പോൾ. പിന്നെ അത് അത് പറഞ്ഞിട്ടാണ് SI ഇവിടുന്ന് പോയിട്ടുള്ളത്. പിന്നെയും വീണ്ടും കുട്ടീനെ കൊണ്ടുവന്ന് പിന്നെ മറ്റേ പോലീസ് വന്നപ്പോൾ തിരൂരങ്ങാടിയിൽ നിന്ന് പോലീസ് വന്നപ്പോൾ 11-ാം തീയതി നിങ്ങൾ എപ്പോഴേ ജോലിക്ക് പോയി ഇവിടുന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ 11-ാം തീയതിക്ക് ഞായറാഴ്ചയാണ്, വിഷുവുമായി അടുപ്പിച്ച് ഞാൻ ഈ വീട്ടിലെ ജോലികൾ ചെയ്യായിരുന്നു. എൻ്റെ മൂത്ത മകനും ചെറിയ മകനും ഞങ്ങൾ വീട്ടിൽ ആൾ നിറച്ചുള്ളതാണ്. പിന്നെ ഈ 11-ാം തീയതി ഞായറാഴ്ചയ്ക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിട്ട് ഞാൻ ഈ വീട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് പോലീസ് ഫോണെടുത്ത് നോക്കണം അന്ന് ഞായറാഴ്ചയാണോന്ന്. ഫോണിലെടുത്ത് നോക്കണത് അന്ന് ഞായറാഴ്ചയാണോന്ന്. പിന്നെ ഓലി ഒരു കേസ് ഇവിടെ വന്നിട്ട് കസാര, കത്തി, പിന്നെ തോർത്ത്. അപ്പം ഇതെന്തിനാണ് സാറേന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ കേസിൻ്റെ ഭാഗങ്ങളാണ്. ഒന്നും അറിയാത്ത ഒരു ബൈക്ക് ഈ കുട്ടിക്ക് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് ആ ബൈക്കും ഇവനേറ്റൊരു ബന്ധവുമില്ല. അത് അപ്പുറത്തെ വീട്ടിലെ പിന്നെ പണിക്കാരൻ്റെ ആണ്. അത് 9 മണിയാകുമ്പോഴേക്കിനും ഇവിടെ ഭക്ഷണം പാകം ചെയ്ത് കുണ്ടോട്ടിയിലേക്ക് കച്ചവടത്തിന് പോണ ആളാണ്. ഞാൻ ഇവർ വന്ന് ബൈക്കിൻ്റെ കാര്യം ചോദിച്ചാൽ പെട്ടെന്ന് ഓടിയ വീട്ടിൽ. അപ്പം അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാനും ഓനേറ്റ ബൈക്ക് ഒരു ബന്ധുവില്ല, എൻ്റെ ബൈക്കും തൊട്ടിട്ട് എടുക്കലും ഇല്ല. അപ്പം ആ കുട്ടി പറഞ്ഞു ഈ ബൈക്കിൻ്റെ ഫോട്ടോ വിട്ടു കൊടുത്തപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇതന്നെയാണ് ബൈക്ക്. ആ ബൈക്കും വേനേറ്റ് ഒരു ബന്ധവുമില്ല. ബാബുരാജ് വക്കീലും പിന്നെ ഗോപിയടത്ത് വക്കീലും മൂപ്പരോട് കാരണം വെച്ചാൽ ഉള്ളൊരു ഇത് പറയുന്നത് കാരണം നന്ദി പറയുന്നത് കാരണം ഓരോരുത്തരെയും ഇറങ്ങി വെച്ചുകൊണ്ടൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങാൻ പറ്റി. കാരണം വെച്ചാൽ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മൂപ്പരോട് നന്ദി പറയണേ. പിന്നെ വെച്ചാൽ പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ തന്നെ ജാമ്യത്തിനൊന്നും ഒരുങ്ങണ്ട, കാരണം ഇത് കേസ് അങ്ങനെയാണ് കിടക്കുന്നത്. തിരൂരങ്ങാടിയിലത്തെ പോലീസ് ഇവിടെ ഇതിന് വന്നപ്പോൾ കസാരി എന്തൊക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ അന്ന് പറഞ്ഞു നിങ്ങളിപ്പോൾ തന്നെ ഇതിന് ജാമ്യത്തിന് ഇറക്കാനൊന്നും പുറപ്പെടണ്ട, ഇത് കേസിൻ്റെ ഗതി ഇങ്ങനെയാണ്. അപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ പെൺകുട്ടിക്ക് പ്രസവിക്കാൻ എന്തെങ്കിലും അങ്ങനെയാണോ, പിന്നെ ഇതിൻ്റെ DNA ടെസ്റ്റൊക്കെ നടത്തുക ചോദിച്ചപ്പോൾ അല്ല അബോർഷൻ്റെ സമയത്ത് ഇത് DNA ടെസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ആക്കത്തിൽ ഇതിൽ എന്തായാലും ജാമ്യത്തിന് ഇറങ്ങാൻ പറ്റുമോ? ഞങ്ങൾ മുൻകൂട്ടി ജാമ്യത്തിന് ശ്രമിച്ചിട്ടുമില്ല, പോലീസ് ഇത് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് ഇതിനെ പറ്റി ഒരു അന്തമില്ല, ഒരു കുന്തുമില്ല. ആരൊക്കെ ചെയ്യിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ചെയ്ത തെറ്റിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറൊരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് ചെയ്തതായിരിക്കാം.
എന്തായാലും ഈ കുട്ടി പറഞ്ഞതൊക്കെ കള്ളാണ്. ശ്രീനാഥിന് വെറും 18 വയസ്സേ ആയിട്ടുള്ളൂ. ആ കുട്ടിയുടെ മനോധൈര്യം കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. ചില പിള്ളേർ ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാം. ഭാഗ്യത്തിനാണ് ആ കുട്ടിക്ക് മോശം കാര്യങ്ങളൊന്നും തോന്നാതിരുന്നത്. ആ ശ്രീനാഥ് എന്ന പയ്യന് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് കോടതിയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടത് DNA ടെസ്റ്റിന്. ഭാഗ്യത്തിന് DNA ടെസ്റ്റ് നടത്തുന്നു. ഈ പയ്യൻ കുറ്റക്കാരനല്ലാന്ന് തെളിയുന്നു. ആ ഗർഭിണിയാക്കിയ കുട്ടിയുടെ പിതൃത്വം ശ്രീനാഥ് അല്ലാന്ന് തെളിയുന്നു. സത്യം പുറത്തു വരുന്നു. ആ പെൺകുട്ടിയുടെ പച്ച നുണയിൽ 35 ദിവസമാണ് ഈ പയ്യൻ ജയിലിൽ കിടന്നത്. എന്തൊരു അക്രമം അവർ കാണിച്ചതെന്ന് നോക്കൂ. ആ പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ലെങ്കിലും എന്തൊരു അഹമ്മതിയാണ് ആ കുട്ടി കാണിച്ചത്. രസം ഇവിടെയും കഴിഞ്ഞില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ നിർബന്ധിച്ച് ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നു, ആരാണ് ഇതിന്റെ ഉത്തരവാദി, എങ്ങനെയാണ് കാര്യങ്ങൾ നിർബന്ധിച്ച് ചോദിക്കുമ്പോൾ പെൺകുട്ടി വീണ്ടും ഒരാളുടെ പേര് പറയുന്നു. അതായത് സ്വന്തം അച്ഛൻ്റെ അനിയൻ്റെ മകനാണ് തന്നെ പീഡിപ്പിച്ചത് എന്ന് പറയുന്നു. ഇതും കേട്ട പാതി കേൾക്കാത്ത പാതി വേഗം പോലീസ് ആ പയ്യനെ അറസ്റ്റ് ചെയ്യുന്നു. ആ പയ്യൻ എപ്പോഴും ചെയ്യില്ല തോന്നുന്നുണ്ട്. ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷെ ആ പയ്യന് ഉറപ്പുണ്ടായിരുന്നു ഈ പെൺകുട്ടിയെ താനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. ആ പയ്യനും DNA ടെസ്റ്റിന് അപേക്ഷ വെക്കുന്നു. DNA ടെസ്റ്റ് നടക്കുന്നു. DNA ടെസ്റ്റിൽ ആ പയ്യനും കുറ്റക്കാരനല്ല എന്ന് തെളിയുന്നു. എന്തൊരു നണച്ചിയാണ് ആ പെൺകുട്ടി നോക്കിയേ. എന്തായാലും 18 വയസ്സിന്റെ ബുദ്ധിയല്ല ആ പെൺകുട്ടിക്ക് എന്തായാലും ഉള്ളത്. ആ പെൺകുട്ടി സ്വയം ചെയ്തതാണോ, ആ പെൺകുട്ടീനെ കൊണ്ട് വേറെ ആൾക്കാർ പറയിപ്പിച്ചതാണോ എന്നൊന്നും അറിയില്ല. പിന്നെയും വീട്ടുകാർ അന്വേഷണം നടത്തി ആരാണ് എന്താണ് എങ്ങനെയാണെന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് പറയുന്നത് അച്ഛൻ്റെ കൂട്ടുകാരൻ വീട്ടിലേക്ക് ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. ആ അച്ഛൻ്റെ കൂട്ടുകാരൻ പറ്റിച്ച പണിയാണിത്. എന്താ അക്രമം നോക്കും. ഇനിയിപ്പോൾ അച്ഛൻ്റെ കൂട്ടുകാരൻ തന്നെയാണോ പ്രതിന്ന് അത് കണ്ടറിയണം. ആ പെൺകുട്ടി പറയുന്നത് ഇപ്പോൾ വിശ്വസിക്കാൻ ഒരു ഭാഗവും. ഇതുപോലെ കൊടും കള്ളികളായ ക്രിമിനലുകളായ പെൺകുട്ടികൾ നമ്മുടെ ഇഷ്ടം പോലെ കേരളത്തിലുണ്ട്. ആ പെൺകുട്ടിയുടെ മാനസിക ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 പയ്യന്മാരെയാണ് ഒരു കുറ്റം ചെയ്യാതെ ഇത്ര നാൾ ജയിലിൽ കിടത്തിയെന്ന്. ആദ്യം തന്നെ ഈ പെൺകുട്ടിക്ക് ഇത് പറയാറുന്നില്ലേ? ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? കഷ്ടം. ഈ കേട്ടിട്ട് വിഷമമാവണം. ഈ നാട്ടില് നിയമം ദുരുപയോഗം ചെയ്ത പെണ്ണുങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി പുരുഷന്മാർക്ക്. ആ പെൺകുട്ടി 18 വയസ്സിന് താഴെ ആയതുകൊണ്ടും അതുപോലെ തന്നെ പോസ്കോ കേസിൽ ഇരയായതുകൊണ്ടും ആ പെൺകുട്ടിയുടെ പേര് പറയാനുള്ള അവകാശം നമുക്കില്ല. അങ്ങനെ നിയമമില്ല. പറയരുത് എന്നാണ് നിയമം. പക്ഷേ ആൺകുട്ടി എല്ലാവരും മുന്നിൽ നാണം കിട്ടും. 2 കൈയും കൂട്ടിയിട്ട് വിലങ്ങ് വെച്ചിട്ടാണല്ലോ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്കും അതുപോലെ തന്നെ സ്വന്തം വീട്ടിലേക്കും മെഡിക്കൽ ടെസ്റ്റിനും ഒക്കെ കൊണ്ടുനടക്കുന്നത്. ആൾക്കാരൊക്കെ ഏത് കണ്ണികൂടെ നോക്കിയിട്ടുണ്ടാവും, എന്തൊക്കെ കൂവി വിളിച്ചിട്ടുണ്ടാവും. ആ പയ്യന്റെ മാനസികമായിട്ടുള്ള ധൈര്യം കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നതും മനോരോഗം വരാതിരിക്കുന്നതും. എനിക്ക് ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് ചോദിക്കാനുള്ളത്, എന്ത് സംസ്കാരമാണ് നിങ്ങൾ ആ പെൺകുട്ടിക്ക് പകർന്നു കൊടുത്തിട്ടുള്ളത്? അതുപോലെ തന്നെ നിങ്ങളുടെ മകളെ നോക്കാനുള്ള സമയം നിങ്ങൾക്കില്ലേ? ഈ കണ്ണി കണ്ട ആൾക്കാരെന്തിനാണ് ഈ പെൺകുട്ടി ഉള്ളിടത്ത് കയറ്റി ഇറക്കുന്നത്? അല്ല അറിയാൻ വയ്യാണ്ട് ചോദിക്കുകയാണ്. വെല്ലിശനായാലും അച്ഛനായാലും ആരായാലും പെൺകുട്ടീനെ ശ്രദ്ധിക്കേണ്ടത് അമ്മയാണ്. പ്രത്യേകിച്ച് എന്താണ് അമ്മയ്ക്ക് ജോലി അവിടെ? അല്ല അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ഞാൻ. നിങ്ങൾ പെൺകുട്ടീനെ ശ്രദ്ധിക്കാത്തോട്ടല്ലേ ഈ വക പ്രശ്നങ്ങളൊക്കെ വന്നത്. അതുപോലെ പെൺകുട്ടിയോട് ഇങ്ങൊന്നും പറയാനില്ല. ബുദ്ധിബോധമൊന്നും ഇല്ലാണ്ടല്ല, ഞാനൊന്നും പറയണില്ല. ചെറിയ പെൺകുട്ടിയായി പോയി, ഒന്നും പറയാൻ പാടില്ലല്ലോ നമ്മൾ. ഇനി പെൺകുട്ടികൾ അതുപോലെ തന്നെ ചെറിയ ആമ്പിള്ളേരൊക്കെയുള്ള മാതാപിതാക്കളോട് ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. ചുറ്റും കഴുകന്മാരാണ് കൊത്തി വലിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കുട്ടിക്ക് ആപത്ത് വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ആപത്ത് വന്നിട്ട് മറ്റുള്ളവരെ പഴിച്ചിട്ട് എന്ത് കാര്യം? അയ്യോ കുട്ടീനെ നോക്കാൻ സമയമില്ല എന്നൊന്നും നിങ്ങൾ പറയരുത്. സമയമില്ലെങ്കിൽ പിന്നെ ഇതിനൊക്കെ ഈ കുട്ടീനൊക്കെ ഉണ്ടാക്കി വിട്ടത് പ്രസവിക്കാതിരുന്നാ പോരെ, അല്ലെങ്കിൽ കുട്ടീനെ ഉണ്ടാക്കാതിരുന്നാ പോരെ? സമയമുള്ളവർ മാത്രം ഈ പരിപാടിക്ക് നിന്നാൽ മതി. ഇല്ലെങ്കിൽ അത് ആവാണ്ടിരിക്കാനുള്ള 100 കാര്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. ദയവ് ചെയ്ത് മാതാപിതാക്കള് കുട്ടികളെ നന്നായി ശ്രദ്ധിക്കൂ, പ്രത്യേകിച്ച് അമ്മമാര്. അതുപോലെ തന്നെ പുറത്തുള്ള ആൾക്കാരെ ഒരു പരിധി വരെ അകത്തേക്ക് കയറ്റാനും അടുപ്പിക്കാനും പാടുള്ളൂ. അതെന്ത് ബന്ധുവായിരുന്നാലും വേണ്ടില്ല, ഒരു പരിധി വെക്ക്. ആ പരിധി കഴിഞ്ഞാൽ അവരെപ്പോഴാണ് വീട്ടിലേക്ക് വരിക, എന്ത് പണിയാണ് ഇതുപോലെ ഒപ്പിക്കുക എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. സ്വന്തം അച്ഛനെ വരെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഇന്നത്തെ. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടാ, ചിലവരങ്ങനെയാണ്. കുറേ സൈക്കോകളുണ്ട്, ബുദ്ധി ബോധമില്ലാത്ത ആൾക്കാരുണ്ട്, അച്ഛനും അമ്മേനെയും പെങ്ങളിനെയും അതുപോലെ തന്നെ മക്കളെയും തിരിച്ചറിയാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പോസ്കോ കേസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ 18 വയസ്സുള്ള ഏത് കുട്ടികളായാലും ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയാലും അവരെന്താ പറയണ അത് കേട്ട് വിശ്വസിച്ച് വന്ന് കേസ് എടുക്കുകയാണ്. അത് എത്ര ആൾക്കാരുടെ ജീവിതങ്ങളാണ് പോണത്, എത്ര പുരുഷന്മാരുടെ ജീവിതങ്ങളാണ് പോയിട്ടുള്ളത്. ഇതൊരു കാര്യം. ഇനിയുണ്ട് കുറേ ഇതുപോലെയുള്ള ന്യൂസുകളായിട്ട് ഇനിയും വരണ്ടേ. അപ്പം ദയവ് ചെയ്തിട്ട് നിങ്ങൾ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിക്കണോടത്താണ് കാര്യങ്ങൾ. പോലീസുകാരും ദയവേത് ശ്രദ്ധിക്കൂ. ഇതിൻ്റെ സത്യാവസ്ഥ അറിയാണ്ട് എത്ര ജീവിതങ്ങളാണ് ഇതിൽ പോവുക. അപ്പം ചില നിയമങ്ങൾ നമ്മൾ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കണു. മാറ്റങ്ങൾ വരണം. ഇതിലെങ്ങനെ സത്യാവസ്ഥ കണ്ടുപിടിക്കും? അല്ലെങ്കിൽ ആദ്യം തന്നെ DNA ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക.
അല്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത ഇതുപോലുള്ള പയ്യന്മാർ അല്ലെങ്കിൽ ഇതുപോലുള്ള പുരുഷന്മാരെ ഇങ്ങനെ കൊല്ല ചെയ്യരുത്. SI അടിച്ചിട്ട് ആ കുട്ടിയുടെ ഒരു ചെവിയിലെ കേൾവി ശക്തി പോയി എന്നാ പറയുന്നത്. ദയവേത് പോലീസുകാരും ശ്രദ്ധിക്കൂ. ഇത് ആ കുട്ടിക്ക് ജീവിതകാലം മുഴുവതായില്ലേ. തെറ്റ് ചെയ്യാതെയാണ് കേട്ടോ അങ്ങനെ അനുഭവിക്കുന്നത്. എന്തായിരിക്കും സ്വന്തം വീട്ടിലത്തെ ആൾക്കാർക്കാണ് ഇങ്ങനെ ഉണ്ടായെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടുമ്പോഴാണ്. തെറ്റ് ചെയ്തെങ്കിൽ നോ പ്രോബ്ലം, ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈ പോസ്കോ കേസിൽ പെട്ട പ്രതികൾക്ക് ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ശിക്ഷ തന്നെ കിട്ടണം. അതുകൊണ്ട് ഒരു പരിധി വരെ മറ്റുള്ള ആൾക്കാരെ അടുപ്പിക്കാൻ പാടുള്ളൂ. അത് അനിയനാവട്ടെ, ചേട്ടനാവട്ടെ, കൂട്ടുകാരനാവട്ടെ, ബെസ്റ്റ് ഫ്രണ്ട് ആവട്ടെ, ആരായാലും വേണ്ടില്ല. ഒരു പരിധി വരെ അടുപ്പിച്ചാൽ മതി. പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ ഇതുപോലെ പോകും. ഇപ്പോൾ വിഷമിച്ചിട്ട് എടുത്തിട്ടൊന്നും യാതൊരു കാര്യവും ഉണ്ടാവില്ല. അപ്പോൾ ദയവ് ചെയ്തിട്ട് എല്ലാവരും ശ്രദ്ധിക്കും. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.